ആർ.എസ്.എസിനും ബി.ജെ.പിക്കുമെതിരായ പോരാട്ടത്തിൽ ആരെയും ഭയക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും വരും തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് നാഗ്പൂരിൽ കോൺഗ്രസിൻ്റെ മെഗാ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. NDA ഇന്ത്യ സഖ്യത്തിൽ നിരവധി പാർട്ടികൾ ഉണ്ട്. എന്നാൽ യുദ്ധം രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ്. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട. ഇത് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണ്. നമ്മൾ ഒരുമിച്ച് മഹാരാഷ്ട്രയിലും രാജ്യത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കും. നാഗ്പൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ ഹൈൻ തയ്യാർ ഹൂം റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിൽ BJPക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ആഞ്ഞടിച്ചു. BJPയിൽ ഏകാധിപത്യമാണ് ഉള്ളത്. പ്രധാനമന്ത്രി ആരെയും കേൾക്കാൻ തയ്യാറല്ല. നിയമം ബാധകമല്ലാത്ത രാജാവ് പറയുന്നത് പ്രജകൾ അനുസരിക്കണം എന്ന സ്ഥിതിയാണ്. BJPയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനും നേതാക്കളുടെ നിലപാടുകളോട് വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, രാഹുൽ പറഞ്ഞു. സ്വാതന്ത്ര്യസമരം അക്കാലത്തെ രാജാക്കന്മാരോ ഭരണാധികാരികളോ അല്ല, രാജ്യത്തെ ജനങ്ങളാണ് പോരാടിയത്. രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ബ്രിട്ടീഷുകാരുമായി ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമാണെന്ന് ആളുകൾ കരുതുന്നു. അല്ല, അത് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എതിരായിരുന്നു. ബ്രിട്ടീഷുകാരുമായി രാജാക്കന്മാർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിനെതിരെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പോരാടിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു RSS പ്രത്യയശാസ്ത്രം. എന്നാൽ ഞങ്ങൾ ആ ആശയത്തെ മാറ്റി, രാഹുൽ പറഞ്ഞു. പാർലമെൻ്ററി ജനാധിപത്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനാണ് കോൺഗ്രസ് എപ്പോഴും പ്രയത്നിക്കുന്നത് എന്നായിരുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത്. ഭരണഘടന സംരക്ഷിക്കാൻ കോൺഗ്രസ് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.